ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഡെക്കർ ഉണ്ടാക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റൗണ്ടിലൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഫസ്റ്റ് കോട്ട് നമ്മൾ പെയിൻ്റ് അടിക്കുക. വൈറ്റ് കളർ ബേസാണ്. ലൈറ്റ് കളർ ഇത് ഇച്ചിരി കട്ടിയുള്ള പെയിൻ്റാണ്. സോ അതുകൊണ്ടാണ് ഒരു ലെയർ അടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ടി കുറഞ്ഞ വാട്ടർ കളർ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അത് 2-3 കോട്ടൊക്കെ അടിക്കേണ്ടി വരും. അപ്പോൾ ഇച്ചിരി കട്ടിക്ക് തന്നെ അടിക്കുകയെങ്കിൽ നമ്മൾ അടുത്തടിക്കുന്ന കളറിന് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവുള്ളൂ. ഞാനപ്പോൾ ലാഗ് അടിപ്പിക്കാതിരിക്കാൻ കുറച്ച് സ്പീഡ് ഔട്ടായിട്ട് കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്റ്റൻസ് ഇല്ലാതെ ക്ലിയർ ആയിട്ട് ബേസ് അടിച്ചാൽ അടുത്ത ബ്രൈറ്റ് കളേഴ്സ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ വൈറ്റ് കളറൊക്കെ അടിച്ച് സെറ്റ് ബേസ് അടിക്കുക. ഇനി ആ ഉണങ്ങുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഷേപ്സൊക്കെ ബ്ലാക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വരച്ചിട്ട് കട്ട് ചെയ്താൽ നന്നായിരിക്കും. വരച്ച് കട്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുമല്ലോ. പിന്നെ കളർ പേപ്പർ ഇല്ലാത്തവർക്ക് വെട്ടിയെടുത്തതിന് ശേഷം കളർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ആ പീസ് ഉണങ്ങിയതിന് ശേഷം ബ്ലാക്ക് അടിക്കുവാണ്. അതിൻ്റെ നടുക്ക് 2 സർക്കിൾ കാണും. ഒരു സർക്കിൾ മതി. ഞാൻ അതിൻ്റെ സൈസ് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് പുറത്തുള്ള ആ വലിയ സർക്കിൾ വരച്ചത്. അപ്പോൾ ഇനി ബ്ലാക്ക് കളർ അടിക്കാൻ ബ്ലാക്ക് അടിച്ചിട്ട് കാണിച്ചു തരാവേ. നമ്മൾ ആ സൂക്ഷ്മ പരിശോധന ചെയ്യേണ്ട പെയിൻറ്റിങ്ങൊക്കെ പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്താൽ ഓക്കെയാണ്. ഇതിൽ വലിയ മിസ്റ്റേക്ക് ഇല്ല. എന്നാലും പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്യുന്നത് ഗുഡായിരിക്കും. ദെൻ നമ്മൾ ആ റൗണ്ട് കളർ ചെയ്യാതെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഓൾ ഡൺ. അപ്പോൾ ഒരു വൈബ് റൂമൊക്കെ ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. എൻ്റെ റൂമിൽ ഇതുപോലെ കുറേ പരിപാടി നടത്തിയിട്ടുണ്ട് ഞാൻ. പക്ഷേ കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് ഇതാണ്. ഒരു മെനക്കൊക്കെ ചെയ്യുന്നത് ഇതാണ്. ബാക്കിയെല്ലാം തട്ടിക്കൂട്ട് പരിപാടികളാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ കാര്യം മറക്കണ്ട. സിമ്പിൾസൊക്കെ വരച്ച് കട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്ത ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇച്ചിരി സൂക്ഷിച്ച് ചെയ്യുക. ബാക്കിയെല്ലാം ഈസി ആയിരുന്നു. ഇത് ഇച്ചിരി വേറെ പണിയൊന്നുമില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ലെങ്ത്തിൽ കുറച്ച് ലൈൻസ് വരയ്ക്കുക. നടുക്ക് ഞാനൊരു പീച്ച് കളറിൽ ചെയ്തിട്ടുണ്ട്. റൗണ്ട് ഉണ്ടായിരുന്നില്ലേ നടുക്ക്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോട്ട്സ് എഴുതാം അവിടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രോയിങ് ചെയ്യാം. ദാറ്റ്സ് യുവർ വിഷ്. ഇതേപോലെ ജസ്റ്റ് ബ്രഷിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടും. വീണ്ടും സ്വാധിക്കും ഗൈസ്. സോ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ബ്രഷ് എടുക്കുക, വൈറ്റ് പെയിൻറ്റ് എടുക്കുക, ഇങ്ങോട്ടും ഇങ്ങോട്ടും 5-6 വര ഇട്ട് പോയി, അത്രയേ പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണം എഴുതാം. ഞാൻ ലിമിറ്റഡ് എഡിഷൻ എന്ന് എഴുതി വെച്ചു. എന്നെ തന്നെ ഞാൻ പൊക്കിയതാണ് ഗൈസ്. ആളാർ യുണീക്ക്. ദെൻ ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തു ഗൈസ്. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഗൈസ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ ടേപ്പ് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ച് തരാം ഗൈസ്. ഇല്ല ദെൻ നമ്മൾ വരച്ച് വെച്ച മ്യൂസിക്കിൻ്റെ സിമ്പിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. ദെൻ ഞാൻ സ്പോട്ടിഫൈയുടെ താഴെയുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് സോങ് ലിലി വാസ് എ ലിറ്റിൽ ഗേൾ, അലൻ വാക്കറിൻ്റെ, അത് എഴുതി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഗൈസ്, സിമ്പിൾ ടൈം. എന്നിട്ട് അതേപോലെ എടുത്ത് ഒട്ടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അതിന് സ്റ്റിക്ക് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ പിങ്ക് കളർ ലൈറ്റ് റൂമിൽ വെച്ചിട്ടുണ്ട്. സോ അതിലും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.